ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ഈദ് വ്ളോഗാണ്. നമ്മൾ ചെറിയ ചെറിയ പെരുന്നാൾ പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയെന്നുള്ളത് ചെറിയൊരു വീഡിയോ കൂടെ നമുക്ക് കാണാം. വാ, വന്നില്ലേ? വാ വാ വാ. പണ്ടിന്റെ ഒക്കെ ചെറുപ്പത്തിൽ ഉച്ചക്ക് നമുക്ക് പെരുന്നാൾക്ക് ബിരിയാണി ഒക്കെയാണ്. അപ്പൊ ബിരിയാണിയാണ് അങ്ങനെ നമ്മള് പെരുന്നാൾക്ക് നമ്മള് രാവിലെ നമ്മള് ഫാമിലീസിന്റെ അടുത്തൊക്കെ പോവല്ലോ. ഉച്ചക്ക് നമ്മള് ഉമ്മ ഉണ്ടാക്കണ ബിരിയാണിയൊക്കെ കുടിച്ചിട്ട് നമ്മള് വീട്ടിലേക്ക് വരും. പക്ഷെ ഇപ്പൊ ട്രെൻഡിങ്ങിൽ കളിക്കുന്നത് മന്തിയാണ്. ഇപ്പൊ നമ്മളെ മക്കൾക്കൊക്കെ മന്തിയാണ് ഇഷ്ടം. അപ്പൊ ഞാൻ ഇപ്പൊ ചെയ്യാൻ പോണത്, രാത്രി ഇപ്പൊ 12 മണി കഴിഞ്ഞിട്ടുണ്ട്. നാളത്തെ പണി എളുപ്പാക്കാൻ വേണ്ടിട്ട് ഇപ്പൊ എന്റെ മന്തിക്കുള്ള ചിക്കനും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ആക്കിയിട്ടാണ് ഞാൻ ഉറങ്ങാൻ പോണത്. അപ്പൊ നമുക്ക് മന്തി മാരിനേറ്റ് ചെയ്യണമെന്ന് നോക്കാം. പാത്രം എടുത്ത് കോഴിനെ അങ്ങോട്ട് തട്ടുക. ആദ്യത്തെ പരിപാടി, കോഴിനെ നമ്മൾ കുത്തി നോക്കണം. ഇങ്ങനെ കുത്തി 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 ചിക്കനിലേക്ക് അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം, ഉപ്പിനാവശ്യമായി ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്താൽ പിന്നെ വേറെ സോൾട്ടൊന്നും ആഡ് ചെയ്യണില്ല കേട്ടോ. പിന്നെ പൊടിച്ച ക്യുമിൻ സീഡ്, ആവശ്യത്തിന് സ്പൈസസ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പട്ട, ഗ്രാമ്പു, ഏലക്ക. കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുഡ് കളറൊന്നും യൂസ് ചെയ്യാറില്ല. അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇതുപോലെ കാശ്മീരി ചില്ലി യൂസ് ചെയ്തിട്ടാണ്. പിന്നെ ആവശ്യത്തിന് മല്ലിയില യൂസ് ചെയ്യുന്നതിൻ്റെ പകുതി അളവിൽ പുതിന. ലാസ്റ്റ് ഒരു കപ്പ് ഓയിലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായി മിക്സ് ചെയ്യാം. സ്പൈസസ് ആഡ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് പെപ്പർ കോൺസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്, ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇറ്റ്സ് ടു ലേറ്റ്. ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. നമ്മളെ മന്തി മസാല ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് നാളെ രാവിലെ ഒന്ന് തുറക്കാം. ഇനി മന്തിയുടെ കുക്കിംഗ് പാർട്ടാണ് കേട്ടോ നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാനിവിടെ എൻ്റെ റൈസും ചിക്കനും ഒരേ ടൈമിൽ തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ രണ്ടും ഓൾമോസ്റ്റ് ഒരേ ടൈമിൽ തന്നെ കുക്കായി കിട്ടും. അപ്പോൾ നമുക്ക് ആ ചൂടോട് കൂടി തന്നെ അത് ദം ചെയ്യാനും വെക്കാം. റൈസിനുള്ള വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം 2 ചിക്കൻ സ്റ്റോക്കും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ റൈസിന് കുറച്ചധികം ഫ്ലേവർ കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ചിക്കൻ മറിച്ചും തിരിച്ചിട്ട് നന്നായി വേവിച്ചെടുക്കുക. എന്ന വെള്ളത്തിലേക്ക് അരി ഇട്ട് കൊടുത്ത് ചിക്കനും അരിയും ഒരേ ടൈമിൽ തന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. എൻ്റെ ചിക്കൻ ഓൾമോസ്റ്റ് കുക്കായി വരുമ്പോൾ തന്നെ ഞാൻ അതിന്ന് എടുത്ത് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിക്കനിൽ ഒരു ഗ്രിൽ ചെയ്ത ഒരു ടെക്സ്ചർ കിട്ടും. അങ്ങനെ എൻ്റെ മുഴുവൻ ചിക്കനും ഞാനിതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുത്തു. അതേപോലെ തന്നെ ഞാൻ ചെയ്യുന്നൊരു ടിപ്പാണിത്. നമ്മൾ ചിക്കൻ കുക്ക് ചെയ്ത ഈ ഓയിലില്ലേ, അതിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്ത് മാറ്റി വെക്കാറുണ്ട്. 2 റീസൺ ഉണ്ട് ഞാനിങ്ങനെ ചെയ്യാൻ. ഒന്ന്, ചോറിലുണ്ടാവുന്ന ഓയിലിൻ്റെ കണ്ടൻറ്റ് കുറക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ലാസ്റ്റ് ഫൈനൽ നമ്മൾ റൈസും ചിക്കനും സെറ്റ് ചെയ്യുമ്പോൾ മേലെ ജസ്റ്റ് ഒന്ന് തെളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 8-9 പച്ചമുളക് മുറിച്ചിട്ട് ഇതുപോലെ കുത്തി കൊടുക്കുക. കുറച്ച് മുന്തിരി ഞാൻ ഇതിൽ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് മുന്തിരി ഇങ്ങനെ മന്തിയുടെ കടിക്കാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് ഞാൻ വെക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ ഇപ്പം ഞാൻ എൻ്റെ മന്തിൻ്റെ റെസിപ്പി മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ അതിൻ്റെ കൂടെ ലുക്കേ മാത്തും കൂടി അന്ന് സെയിം ഡേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഫാമിലിയുടെ വക ഈദ് മുബാറക്.